ഹായ്. ഈ മോളെ പറ്റി ഇപ്പോൾ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്. കുറേയധികം യൂട്യൂബേഴ്സ് എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്ന കണ്ടപ്പോഴാണ് കൗതുകത്തിന് ഞാൻ കയറി നോക്കി. ഇൻസ്റ്റാഗ്രാമിൽ അവൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതിനകത്ത് അരവണ പായസം കഴിക്കുന്നു എന്നുള്ളതാണ് ആ കൊച്ചു പറയുന്നത്. അപ്പോൾ അരവണ പായസം കഴിക്കുന്ന ഒരു കുറ്റമായിട്ടാണോ ഇവരൊക്കെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാൻ പോയി നോക്കിയത്. അപ്പോൾ അതിനകത്ത് വേറൊന്നുമല്ല, മോള് ഇത് കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കഴിക്കുന്നു. അപ്പോൾ അതിനകത്ത് കമൻസിൽ നിറച്ച് റോങ് കമൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ യൂട്യൂബേഴ്സ് എടുത്ത് വെച്ചിരുന്നത്. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ റോങ് കമൻ്റ് ഒന്നുമില്ല, നല്ല കമൻസ് തന്നെയാണുള്ളത്. സത്യത്തിൽ ഞങ്ങൾ തെക്കൻ ജില്ലക്കാരാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്വദേശരാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവർ ഞങ്ങൾക്ക് അരവണ പായസം തന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വർഷത്തേക്ക് അവരോട് മിണ്ടാതിരിക്കാൻ ആ ഒരൊറ്റ കാരണം മതി എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല സഹവർത്തിത്വത്തോടെ കഴിയുന്ന കുറേയധികം മനുഷ്യരാണ് നമുക്കിടയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇവർ പറഞ്ഞ് നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ആനയാണോ മാനയാണോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് അതിനകത്ത് കമൻ്റ് ഇട്ടു എന്ന് പറയുന്നു. വാസ്തവത്തിൽ എന്താണെന്നറിയാമോ, കുത്തിത്തിരിപ്പ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരുപറ്റം സംഘികൾ ഇസ്ലാം നാമധാരികളായി പോയി കമൻ്റ് ഇടുന്നതാണ്. ഇനി അങ്ങനെ അല്ലാത്ത കുറേ പേരുണ്ടെങ്കിൽ തന്നെ ഇതുവരെയും അവർക്ക് ബസ് കിട്ടിയിട്ടില്ല ഗോത്രായോഗത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത്തരം പോക്രത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ മോള് കാണിച്ചത് ഭയങ്കര സൂപ്പറാണ്. അത് മാത്രമല്ല ഒരുപാട് കുട്ടികൾക്ക് കൊണ്ടുവരുന്നത് കൊടുക്കുന്നു. അങ്ങനെ കുറേയധികം വീഡിയോസ് ഞാൻ കാണാനിടയായി. അരവണ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഈ ഏറ്റവും കൂടുതൽ മുത്തുള്ള മണിയുള്ള മാലകൾ, പൊട്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ അയൽവക്കത്തൊക്കെ ഉള്ള ഒരു മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. മത്സരമാണ്, നമ്മൾ വെയിറ്റ് ചെയ്യണതും അവർ മല കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നതും അതാണ്. അതേപോലെ തന്നെ മലയ്ക്ക് പോകുമ്പോഴുള്ള കന്നി വീത്തൽ, അതും ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ശബരിമലയിൽ പോകുക എന്നുള്ളത്. അപ്പോൾ എന്താണ് അത് ക്വയറ്റായിട്ട് പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും എൻ്റെ മകൻ പോകാറുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അയക്കാറുമുണ്ട്. അതിനകത്ത് ജാതി മതമൊന്നുമില്ല. വാസ്തവത്തിൽ അതൊരു സന്തോഷമാണ്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് അതൊരു എന്താ പറയുക, അവർക്ക് ഹിന്ദുമത വിശ്വാസികൾക്ക് അതൊരു തീവ്ര വിശ്വാസമാണെങ്കിൽ ഞങ്ങൾക്ക് അത് കണ്ടു വളർന്നത് കൊണ്ട് അവർക്കൊപ്പം തന്നെ ഞങ്ങളിലേക്കും വന്നിട്ടുള്ളൊരു വിശ്വാസം തന്നെയാണത്. അതിനകത്തുള്ള ദൈവ ചിന്തയും ബാക്കിയുള്ളതും ഒക്കെ നെക്സ്റ്റാണ്. പക്ഷെ അത് ചുറ്റുമുള്ളവരെല്ലാം തന്നെ അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും മാത്രമല്ല എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതിലൊക്കെ പോയി വർഗീയത കൊണ്ട് കുത്തിക്കയറ്റുന്നവരെ ഒന്നും പറയാനില്ല. ചില യൂട്യൂബേഴ്സ് എടുത്തു വെച്ചിട്ട് പറയണം, അയ്യോ ഇങ്ങനെ കമൻറ്റ് അങ്ങനെ പറഞ്ഞു, കമൻറ്റിൽ ഇങ്ങനെ, ഇനി അഥവാ ഏതെങ്കിലും വായി നോക്കിയാൽ അങ്ങനെ കമൻറ്റ് ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് ഒരു വിഭാഗത്തിനെ താറടിക്കാൻ ശ്രമിക്കാതിരിക്കുക. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുമെന്ന്. എല്ലാവരും അത് ആഗ്രഹത്തോടെ കഴിക്കും. തെക്ക് സൈഡ് എനിക്ക് അറിയുള്ളൂ, വടക്കോട്ട് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊരു ചരിയാണ്. ബിക്കോസ് എല്ലാവർക്കും ഇത് താല്പര്യമാണ്. കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ വഴക്കാം. ഇപ്പോഴാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം ഒന്നും കിട്ടാത്തത്. മുൻപ് ഉണ്ണിയപ്പം കൊണ്ടുവന്ന് തരും. ഇടയ്ക്ക് അരവണ പായസത്തിൽ പല്ലി കണ്ടു, അത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ കുപ്രചരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഇതിന് വിലക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മതമൈത്രിയാണോ എന്ന് വെച്ചാൽ അതൊന്നുമല്ല, സാഹോദര്യ സ്നേഹമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം കരുതലുകളാണ്. ഇപ്പുറത്തുള്ളവർ നമ്മളിപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ചോക്ലേറ്റ് ഈന്തപ്പഴമൊക്കെ വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ നമ്മൾ അരവണ പായസം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിക്കണ്ട, അത് കൊടുക്കണ്ട, അത് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ മന്ദബുദ്ധിത്തരം എന്നതിനപ്പുറം അതിനൊന്നും ഒരു മൂല്യം കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് ഈ യൂട്യൂബേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ടോപ്പിക്കായിട്ട് പോലും എടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ആർക്കും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു സ്പർദ്ധത ഇല്ല. ഇല്ലാത്തൊരു സ്പർദ്ധത ഉണ്ടാക്കിയെടുക്കാൻ കുറേ ഫേക്ക് പിന്നെ അഡ്രസ്സ് വെച്ചുകൊണ്ട് കുറേ അവന്മാർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിവാവുക. അതുകൊണ്ട് അത്തരക്കാരെ ഇഗ്നോർ ചെയ്യാനൊക്കെയാണ് ഏറ്റവും നല്ല വഴി. ഇത്തരം മോശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട ഉടനെ നമ്മൾ അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുകയും അവർക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് കൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി 10 പേര് പോയിട്ട് അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് അന്തം വിടുന്നെടുത്ത് തന്നെ ആ ഒരു ഇതുണ്ടെന്ന് മനസ്സിലാക്കുക. ആർക്കും അങ്ങനെ ഒരു സ്പർദ്ധതയോ അല്ലെങ്കിൽ അത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാണെന്നോ അത് ഹറാമാണെന്നോ എന്നൊന്നും ആർക്കുമില്ല. ചുമ്മാ ഇല്ല വചനം പറഞ്ഞുണ്ടാക്കുന്നു എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ മോളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല സ്മാർട്ട് ഗേളാണ്, ക്യൂട്ട്. അവളുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല, പക്ഷെ ഇല്ല എന്നാണ് എനിക്ക് ഉറപ്പാണ്. നമ്മളെയൊക്കെ വീട്ടിൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലൊക്കെ തന്നെ ഇതിനെപ്പറ്റി അങ്ങനെ ഒരു വേർതിരിവോ അത് ചെയ്യരുതെന്ന് പറഞ്ഞോ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പോയി മാക്സിമം കമൻ്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഒരു സാമൂഹിക സാഹചര്യം രാഷ്ട്രീയ പരമായിട്ടുള്ള കുറച്ച് മുതലെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്കിടയിലുള്ള സാഹോദര്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം പേര് മെനക്കെടുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്താൻ നമ്മളെല്ലാവരും കൂട്ടായ്മയോട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇവിടെ അങ്ങനെ ഒരു
വൃത്തികെട്ട ചിന്താധാരയില്ല. ഇനി ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനത്തെ ഒരു തോന്നിവാസമുണ്ട്, അത്തരത്തിലൊരു കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്തുക, അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ അത് ഒരു ഇസ്ലാം മത വിഭാഗത്തിലെ മുഴുവൻ ആൾക്കാരുടെയും വക്താവാണെന്ന രീതിയിൽ നിങ്ങൾ പരാമർശിക്കരുത്, അങ്ങനെ പരിഗണിക്കരുത്. എല്ലാവരും അങ്ങനെയല്ല. അങ്ങനെ അല്ലാത്ത മനുഷ്യരിനാണ് ഇവിടെ അധികം. ഇവർക്കിടയിൽ ഒരിക്കലും ഒരു ജാതീയ വേർതിരിവോ വർഗീയതയോ ഒന്നുമില്ല. അത് ഇല്ല എന്ന് പറയാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ച് മുൻപോട്ട് വന്ന് പറയണം. അതുണ്ട് എന്ന് പറയാൻ ഒരു ചെറിയ വാക്കുകൊണ്ട് ഒരു സൂചന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ അവഹേളിക്കാൻ ഒരു പറ്റം ചെന്നായ്ക്കൾ അപ്പുറത്ത് കാത്തിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ആകെ ഇതാണ്. അതിനെ ഇഗ്നോർ ചെയ്യാനും അത്തരക്കാരെ ഒഴിവാക്കാനും നീക്കി നിർത്താനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ രാജ്യം മതേതര രാജ്യം എന്നുള്ള പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ആകും. അല്ലെങ്കിൽ നമ്മൾ ഗുജറാത്തിലൊക്കെ കണ്ടതുപോലെയുള്ള ഭീകരമായ കലാപങ്ങളും ചണ്ടകളും അങ്ങോട്ട് പരസ്പരം വെട്ടിക്കൊല്ലലുകളും ഒക്കെ നമുക്ക് സാക്ഷിയാകേണ്ടി വരും. ഒരു കലാപം ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്, അത് ഇല്ല എന്നാക്കാനും സമാധാനമായി ജീവിക്കാനും വളരെ പാടാണ്. ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളും പരസ്പര വെല്ലുവിളികളും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ല. സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരക്കാരെന്തെങ്കിലും കുത്തിത്തിരിപ്പുകൾ എഴുതിയിട്ടാൽ അതിന് അതിൻ്റെതായ വാല്യൂ കൊടുത്ത് ഇഗ്നോർ ചെയ്യുകയാണ് വേണ്ടത്. താങ്ക് യു.